എത്ര വിചിത്രമായ വാദമായിട്ടാണ് വന്നിരിക്കുന്നത് ആലോചിച്ചു. കേരളത്തിലെ ജനങ്ങളെയൊക്കെ എത്ര വിഡ്ഢികളാക്കുക. അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ശ്രീ സുരേഷ് കുമാർ ദയവേത് താങ്കൾ ഇനി ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ ചോദിച്ചതിന് ശേഷം ചാമക്കാല പറയും. ഇത്ര നേരം കേട്ടതല്ലേ? അല്ല, ഞാൻ നിങ്ങളോടാണ്, നിഷയോടാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രശ്നം ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത് സംഭവിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരും മാത്രമല്ല അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. എടോ വിവരം കേട്ടവരൊന്നും ഉണ്ടായിരിക്കും. ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല, സത്യം. എടോപോടെന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. തന്റെ അവസരം സംഭാഷണത്തിലേക്ക് പോരുത്. ശ്രീ ചാമക്കാല ദേവസ്വം ബോർഡിന്റെ വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞേട്ടാ പോയി കേസ് കൊടുക്കുന്നേ. താങ്കൾ പോയി പിണറായി ഒരു കേസ് കൊടുക്ക്. നമുക്ക് അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാം. ശ്രീ ചാമക്കാല, ശ്രീ സുരേഷ് കുമാർ വേണ്ട. ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയായി. ഞാൻ വിളിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്ന തെറിയുടെ പൂരാ. അത്തരം വെല്ലുവിളികളോ ഭീഷണിയോ ഒന്നും വേണ്ട. ഈ പ്ലാറ്റ്ഫോം ഒന്നും അനുവദിക്കാൻ കഴിയില്ല. തന്റെ കീഴ വീട്ടുകാരനാണോ? തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി നീ തന്നെ ഇരുന്ന് തിന്നണ പാട്ടി. ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ, മനസ്സിലായില്ലേ? എന്നെ മര്യാദ എന്നെ മര്യാദ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം താങ്കൾ മിണ്ടായിരിക്കണോ? ഞാൻ മിണ്ടായിരുന്ന ആളാ. ഞാൻ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി അമ്മയ്ക്ക് വിളിക്കൂട്ടോ. സുരേഷ് കുമാർ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും. നീ എടാന്ന് വിളിക്കുമ്പോ നിൽക്കുമ്പോ ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അവസരത്തിൽ ഞാൻ താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടപ്പോ താങ്കൾ നിയന്ത്രിച്ചില്ലേ? ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം. നല്ലത് എന്നിട്ട് പോണോ? നീ ഒന്നുമല്ല, അങ്ങനൊന്നും പറഞ്ഞു പഠിക്കരുത്. ഞങ്ങളെ മുമ്പ് നീ ഒന്നുമല്ല. ശ്രീ സുരേഷ് കുമാർ, ഈ പ്ലാറ്റ്ഫോം ദയവേത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഉപയോഗിക്കരുത്. ആരാ വെല്ലുവിളിക്ക് ആരാ ഉപയോഗിച്ചത്? എടോ പോടാ വിളിച്ചത്. ശരി, നമുക്ക് എന്തായാലും എനിക്ക് ഈ തരത്തിൽ ഈ ചർച്ച തുടരാൻ കഴിയില്ല. വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. വളരെ നന്ദി ചാമക്കാല, ശ്രീ സുരേഷ് കുമാർ, രാഹുൽ ഈശ്വർ, ഗോപാൽകൃഷ്ണൻ. കൗണ്ടർ പോയിന്റ്